വിവാഹിതയായ സ്ത്രീയെ വശീകരിക്കാൻ ദുർമന്ത്രവാദത്തിനെത്തിയ ആളെ ദുർമന്ത്രവാദി തന്നെ കൊന്നു. എന്തിനാ? പേയ്മെന്റ് തർക്കത്തിൽ. ഉത്തർപ്രദേശിലെ കാൺപൂരിൽ അവിടെ ദേഹത്ത് എന്ന സ്ഥലത്താണ് ഈ സംഭവം നടക്കുന്നത്. ദുർമന്ത്രവാദിയുടെ പേര് നീലു എന്നാണ്. മരിച്ച ആ ഹതഭാഗ്യന്റെ പേര് രാജാബാബു. 26 വയസ്സ് മാത്രമാണ് പ്രായം. രാജാബാബുവിന് ഒരു യുവതിയോട് കടുത്ത പ്രണയമാണ്. കടുത്ത പ്രണയം എന്ന് പറഞ്ഞാൽ എങ്ങനെയും ആ യുവതിയെ സ്വന്തമാക്കണമെന്ന ആഗ്രഹത്തിൽ ജീവിക്കുന്ന രാജാബാബു. ഗുഡിയ എന്നാണ് അവളെ അയാൾ വിളിക്കുന്നത്. യഥാർത്ഥത്തിൽ അവളുടെ പേര് പൂനം. ഈ പൂനത്തെ സ്വന്തമാക്കാൻ ഇയാൾ ഏത് വിധേനയും ഏതറ്റം വരെയും പോകുന്ന സാഹചര്യമാണ്. ആ പെൺകുട്ടിയെ എങ്ങനെയും വശീകരിച്ച് സ്വന്തമാക്കണം. അതാണ് അയാളുടെ ലക്ഷ്യം. ഇക്കാര്യം നീലു എന്ന ഈ മന്ത്രവാദി അറിയിക്കുന്നു രാജാബാബു. എല്ലാം സെറ്റാക്കി തരാമെന്ന് നീലുവിന് ഒരു ഇരയെ കയ്യിൽ കിട്ടിയ സന്തോഷമാണല്ലോ. പക്ഷേ ചിലവുണ്ട്. എല്ലാം ശരിയാക്കാമെന്ന് രാജാബാബു. പക്ഷെ ഒരു പ്രശ്നം, ഈ യുവതി വിവാഹിതയാണ്. വിവാഹിതയായ യുവതിയെ അവരുടെ ഭർത്താവിൽ നിന്നും അകറ്റി വേണം ഇയാളിലേക്ക് എത്തിക്കാൻ. അപ്പോൾ അല്പം കടുത്ത ക്രിയ തന്നെ വേണ്ടിവരും. 2025 ഏപ്രിലിൽ ആയിരുന്നു ഈ പെൺകുട്ടിയുടെ വിവാഹം. അപ്പോഴും പറയുന്നു നീലു, പ്രശ്നമൊന്നുമില്ല, എല്ലാം ശരിയാക്കാം, പിന്നാലെ മയങ്ങി വരും നിന്റെ ഗുഡിയ എന്ന്. ആദ്യം പ്രതിഫലമായി ചോദിച്ചു 36,000 രൂപ. ആ പ്രതിഫലം നൽകുകയും ചെയ്തു രാജാബാബു. അങ്ങനെ ക്രിയകൾ തുടങ്ങി. ഇതിനിടയിലാണ് രസകരമായിട്ടുള്ള സംഭവം. ഈ പെൺകുട്ടിയും ഭർത്താവും തമ്മിൽ ചില്ലറ പ്രശ്നങ്ങൾ തുടങ്ങി. ആ പ്രശ്നങ്ങൾക്ക് ഒടുവിൽ പെൺകുട്ടി ഭർത്താവിനോട് പിണങ്ങി സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയെത്തി. അങ്ങനെ നവംബറിൽ അർസത്പൂരിലെ മാതാപിതാക്കളുടെ വീട്ടിലേക്ക് പെൺകുട്ടി തിരികെ എത്തുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ട രാജാബാബുവിന്റെ കണ്ണ് തള്ളി. കൊള്ളാലോ മന്ത്രവാദിയുടെ ക്രിയകളൊക്കെ ഏറ്റു എന്ന് അയാൾ തീരുമാനിച്ചു. ആള് ഗംഭീരമാണ് എന്നുള്ളത്. വീണ്ടും രാജ ഈ നീലുവിന്റെ അടുത്തെത്തുകയാണ്. ഇത്തവണ എന്താണ്? ക്രിയ ഒന്നുകൂടി ഒന്ന് കടുപ്പിക്കണം. എന്തിനാ? സ്ഥിരമായ പെൺകുട്ടി അവളുടെ വീട്ടിൽ നിൽക്കണം. എന്നിട്ട് മെല്ലെ ഇയാൾക്ക് സ്വന്തമാക്കണം. വീട്ടിൽ നിന്നും ഒരിക്കലും അവൾ തിരിച്ചു പോകരുത് എന്നുള്ളതാണ് ഇത്തവണത്തെ ആഗ്രഹം. നീലു പറഞ്ഞു ഏറ്റു, കാര്യമേറ്റു. പക്ഷേ ചെലവ് വീണ്ടും കൂടും. റേറ്റ് പറഞ്ഞു 6 ലക്ഷം രൂപ. 6 ലക്ഷം രൂപ എന്ന് കേട്ടപ്പോൾ രാജാബാബുവിന് ഒന്ന് ഞെട്ടി. പക്ഷേ ഒടുവിൽ 2 ലക്ഷം നൽകാമെന്നേറ്റു. അങ്ങനെ 2 ലക്ഷത്തിന് ഡീൽ ഉറപ്പിച്ച് രണ്ടാം ഘട്ട ദുർമന്ത്രവാദം തുടങ്ങുകയാണ്. നവംബർ 24 തീയതി രാത്രിയാണ് ഈ സംഭവം. രണ്ടാം ഘട്ട ദുർമന്ത്രവാദം. ഔൻഹ എന്ന സ്ഥലത്തേക്ക് പോവുകയാണ് രണ്ടുപേരും. മദ്യം, മധുരപലഹാരം, ഈ പെൺകുട്ടിയുടെ ചിത്രം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വേണം ദുർമന്ത്രവാദത്തിന്. ഇതെല്ലാം സംഘടിപ്പിച്ച് നീലുവും രാജാബാബുവും അത്തരത്തിൽ ആ ഔൻഹയിലേക്ക് പോയി. അവിടെ സയ്യിദ് ബാബ മസാറിനടുത്ത് ഒരു വയലിലാണ് എല്ലാം സെറ്റ് ചെയ്തിരുന്നത്. ആ ചടങ്ങ് നടത്തേണ്ട സ്ഥലത്ത് അവിടെ മദ്യപാനമുണ്ട്. മദ്യപിച്ച ശേഷമാണ് ദുർമന്ത്രവാദം. രണ്ടുപേരും മദ്യപിച്ചു, നന്നായി മദ്യപിച്ചു, ലഹരിയിലായി പോയി രണ്ടുപേരും. അങ്ങനെ അവിടെ വെച്ച് പൈസയെ ചൊല്ലി, പേയ്മെന്റിനെ ചൊല്ലി തർക്കമായി. പേയ്മെന്റിനെ ചൊല്ലിയുള്ള തർക്കത്തിനിടയിൽ ഈ ദുർമന്ത്രവാദിക്ക് കലി പൂണ്ട ഇയാൾ കത്തിയെടുത്ത് രാജാബാബുവിനെ കുത്തി. രാജാബാബുവിന്റെ കയ്യിലുണ്ടായിരുന്ന ഫോൺ, 1.5 ലക്ഷം രൂപ, അയാളുടെ ബാഗ്, ഇതെല്ലാം എടുത്താണ് ഈ ദുർമന്ത്രവാദി സ്ഥലം കാലിയാക്കുന്നത്. പക്ഷേ ആദ്യഘട്ടത്തിൽ എല്ലാവരും സംശയിച്ചു. രക്തം വാർന്നു കിടക്കുന്ന അയാൾ ഒരു ആത്മഹത്യയാണ് എന്ന്. പോലീസും അങ്ങനെ തന്നെ കരുതി. राजा बाबू एक लड़की को पसंद करता था जिसकी अप्रैल महीने में शादी कहीं और हो गई और वो गांव से चली गई। तब इस राजा बाबू ने नीलू को कांटेक्ट किया था और नीलू तंत्र क्रिया करता है, उसको 36,000 रुपए देके कुछ क्रियाएं करी थी। जिसके बाद नवंबर में वो लड़की अपने मायके आ गई। उसके बाद कुछ अपने हस्बैंड के साथ लड़ाई हो गई, तो इसने ये मान लिया कि जरूर उस तंत्र क्रिया के रिजल्ट से ये आई है, तो क्यों ना मैं और अच्छी तंत्र क्रिया करा लूं जिससे कि ये यहीं रह जाए, उससे अलग हो जाए और मुझसे शादी कर ले।
तो इसी के क्रम में उसने पुनः नीलू से कांटेक्ट किया, उसको लगभग 1.5 लाख रुपए दिए और तंत्र क्रिया कराने के लिए गए, जिसमें कि कई सारी चीज़ें जैसे कि मृतका की फ़ोटो शादी के पहले बाद की, मिठाइयाँ, कलेवा और अन्य जो भी यंत्र तंत्र उसने समझाए होंगे नीलू ने, वो लेकर के पहुंचा। लेकिन चूंकि दोनों जन ने दारू पिया था और पैसे के अमाउंट को लेकर के दोनों में अनबन हो गई, तो गुस्से में आकर और नशे की हालत में नीलू ने इस पे अटैक किया और इसकी मौके पर मृत्यु हो गई, जिसके बाद नीलू वहां से फरार हो गया। പോസ്റ്റ്മോർട്ടത്തിലെ നിർണായക വിവരങ്ങളാണ് ഈ കേസിന് ഒരു വഴി തെളിയിച്ചത്. പോസ്റ്റ്മോർട്ടത്തിൽ അത് വ്യക്തമായിരുന്നു, ഇത് ഒരു ആത്മഹത്യയല്ല, അതൊരു കൊലപാതകമാണ് എന്നുള്ളത്. കാരണം മുറിവുകൾ അത്തരത്തിലുള്ളതായിരുന്നു. നീലുവിന്റെ ഫോൺ വന്ന ശേഷമാണ് ഈ ബാബു വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്ന് കുടുംബവും മൊഴി നൽകി. അങ്ങനെ ബാബുവിന്റെയും കുടുംബത്തിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നീലുവിനെ പോലീസ് ചോദ്യം ചെയ്യുന്നു. മാത്രമല്ല, ഒരു തെളിവ് കൂടി ശാസ്ത്രീയമായി സംഘടിപ്പിക്കാൻ പോലീസിനായി. മദ്യഷാപ്പിൽ നിന്ന് രണ്ടുപേരും ചേർന്നാണ് ഈ മദ്യക്കുപ്പി വാങ്ങുന്നത്. ആ ബോട്ടിൽ വാങ്ങാൻ പോയതിന്റെ CCTVയും പോലീസ് ലഭിച്ചു. അങ്ങനെ പോലീസ് ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യലിൽ ഏത് ദുർമന്ത്രവാദിയും മണി പോലെ ഉത്തരം പറയുമല്ലോ. ഒടുവിൽ കത്തി ഉൾപ്പെടെ കുറ്റിക്കാട്ടിൽ ഒളിപ്പിച്ചതാണ്. അതുൾപ്പെടെ കണ്ടെത്തി റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ദുർമന്ത്രവാദി നീലുവിനെ.